പെട്ടിമുടി ദുരന്തത്തിന് 5 ആണ്ട്. 2020 ആഗസ്റ്റ് 6-ാം തീയതി രാത്രി 10:30-യോടെയാണ് പെട്ടിമുടിയിൽ ഉരുൾപൊട്ടലുണ്ടായത്. 70 പേരുടെ ജീവൻ കവർന്ന ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടത് 11 പേർ മാത്രമായിരുന്നു. മരണപ്പെട്ടവരിൽ 4 പേരുടെ മൃതദേഹം ഇതുവരെ കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. ഇത് ദുരന്തം കവർന്നെടുക്കുന്നതിന് മുമ്പുള്ള പെട്ടിമുടി. പച്ചവിരിച്ച തേയിലക്കാടുകൾ നിറഞ്ഞ മലയടിവാരത്തെ ഒരുപറ്റം തോട്ടം തൊഴിലാളി കുടുംബങ്ങളുടെ സ്വർഗമായിരുന്നു ഇത്. പരിമിതികൾക്ക് നടുവിലും കരിങ്കൽ ഭിത്തികൾ വേർതിരിച്ച കൊച്ചുമുറിക്കുള്ളിൽ വലിയ സ്വപ്നങ്ങൾ അവർ കണ്ടിരുന്നു. എന്നാൽ അവരുടെ സ്വപ്നങ്ങളും അവരെയും തെളിവുകൾ അവശേഷിപ്പിക്കാതെ ദുരന്തം കവർന്നെടുത്തിട്ട് 5 വർഷം തികയുകയാണ്. അലമുറയിട്ടുള്ള കരച്ചിലുകൾ ഇന്നും ഇവിടെ അലയടിക്കുന്നുണ്ട്. ചോരയും കണ്ണീരും വീണു ചുവന്ന ശ്മശാന ഭൂമിയിൽ കാടുകയറി. ഒരടയാളപ്പെടുത്തൽ പോലെ ഒരു മുറിപ്പാടായി ഉരുൾപൊട്ടിയ മലമുകളിൽ നിന്നും ഒരു നീർച്ചാൽ ഒഴുകിയിറങ്ങുന്നുണ്ട്. ആഗസ്റ്റ് 6-ാം തീയതി രാത്രി 10:30-യോടെയാണ് പെട്ടിമുടിയിൽ ഉരുൾപൊട്ടലുണ്ടായത്. മലയടിവാരത്തെ 4 ലയങ്ങൾ പൂർണ്ണമായും മണ്ണിനടിയിലായി. രാജമലയിലെ ഫോറസ്റ്റ് സ്റ്റേഷനിൽ നടന്നെത്തിയ 2 പേരാണ് വലിയ ദുരന്തത്തിന്റെ വിവരം പുറം ലോകത്തെത്തിച്ചത്. പിന്നീട് ഒരു യുദ്ധത്തെ നേരിടുന്നതിന് സമാനമായ രക്ഷാപ്രവർത്തനം. 11 പേരെ രക്ഷപ്പെടുത്തി. 70 പേർ മരണപ്പെട്ടു. ഇതിൽ ഇനിയും 4 പേരെ കണ്ടെത്താനുണ്ട്. ഇവരും മരിച്ചതായി കണക്കാക്കി ജില്ലാ ഭരണകൂടം സർക്കാരിന് റിപ്പോർട്ട് നൽകി. 5 വർഷത്തിൽ என் குடும்பத்தில் வந்துட்டு எனக்குள்ள அம்மா, எனக்குள்ள பையன், எனக்குள்ள அண்ணன் 3 பேர் இறந்துட்டாங்க. இப்போ வருகிற மழையெல்லாம் பார்க்கும்போது இந்த மழை வந்தோடனே எங்களுக்கு வர்ற நினைவுகள் வந்து அந்த சம்பவம் தான். இந்த 20 பேரை அழித்த சம்பவம் தான் எங்களுக்கு இப்போவே மனசில் நிற்கிறது. ஒரு ஆகஸ்ட் வரும்போது எங்களுக்கு பெரிய ஒரு இந்த மழையை பார்க்கும்போது எங்களுக்கு போன வாரம் அடித்த மழையெல்லாம் பார்க்கும்போது எங்களுக்கு பெரிய கஷ்டமாக இருந்துச்சு. மீண்டும் ஏதாச்சும் ஒரு சம்பவம் நடக்குமா, இந்த மாதிரி சம்பவம் நடக்குமான்னு ஒரு அதிர்ச்சியில் இருக்கும்போது தான் அன்னைக்கு பார்த்தீங்கன்னா டிவி நியூஸில் இப்போ கொஞ்ச நேரத்தில் உத்தராகண்டில் பெரிய അழிവ് നടന്നിട്ടുണ്ട്. ദുരന്തത്തിൽ അവശേഷിക്കുന്നവരുടെ പുനരധിവാസം പൂർത്തിയാക്കി. കുറ്റിയാർ വാലിയിലാണ് 8 കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകി പുനരധിവസിപ്പിച്ചത്. കാണാതായവരുടെ ബന്ധുക്കൾ ഇന്നും ഉറ്റവരെ തേടി പെട്ടിമുടിയിലും പെട്ടിമുടിയാറിന്റെ തീരത്തും എത്താറുണ്ട്. ഒരിക്കലും തിരിച്ചു വരില്ലെന്നറിയാമായിരുന്നിട്ടും ഇനിയൊരു ദുരന്തം ഉണ്ടാവരുതേ എന്ന പ്രാർത്ഥനയാണ് ഇവർക്കുള്ളത്. സിറ്റി വിഷൻ, മൂന്നാർ.